ഊരക്കാട് സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ പെരുന്നാൾ ആഘോഷവും 23ാമത് ഊരക്കാട് കൺവെൻഷനും ഒക്ടോബർ 18 മുതൽ 30 വരെ നടക്കുമെന്ന് പള്ളി ഭാരവാഹികൾ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. സ്ഥാപിതമായ ദേവാലയം കണ്ണീരൊഴുക്കുന്നവർക്ക് കരുണയുടെ ഉറവിടമായി നിലനിൽക്കുന്നു. തകർന്ന ഹൃദയവും നിറഞ്ഞ കണ്ണുമായി വിളിച്ചപേക്ഷിക്കുന്ന നാനാജാതി മതസ്ഥർക്ക് ഈ പുണ്യ ദേവാലയം അനുഗ്രഹത്തിൻ്റെ ഒരു ഉറവയായി നിലനിൽക്കുന്നു എന്നുള്ളത് പ്രത്യേകമായി ഈ തരുണത്തിൽ സ്മരിക്കുകയാണ്. എന്തുകൊണ്ടും പരിശുദ്ധ സഭയിൽ ഏറ്റവും ശ്രദ്ധേയമായി അറിയപ്പെടുന്ന ഒരു ദേവാലയമായി ഇന്ന് ഈ ദേവാലയം വളർന്നു വന്നു ഉയർത്തപ്പെട്ടു എന്നുള്ളതും ഈ തരുണത്തിൽ പ്രത്യേകമായി നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ശുദ്ധിമതിയായ ദൈവമാതാവിൻ്റെയും ഇടവിട കാവൽ പിതാവായ മോർ തോമാസ് ലീഹായുടെ മധ്യസ്ഥത അഭ്യപ്പെട്ടുകൊണ്ട് ഈ 2025 വർഷത്തിലെ പെരുന്നാളിൻ്റെ ക്രമീകരണങ്ങളും ശ്രേഷ്ഠബാബയുടെ സ്വീകരണങ്ങളെല്ലാം ഭംഗിയായി നിർവഹിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥിച്ച് ഈ ഇടവക ഒരുങ്ങുന്നു. തിരുശേഷിപ്പ് സ്ഥാപന വാർഷികം ശ്രേഷ്ഠ കാതോലിക്ക ബാവയ്ക്കുള്ള സ്വീകരണം, മർത്തമറിയം വനിതാ സമാജത്തിന്റെ ജൂബിലി സമാപന സമ്മേളനം, അഖില മലങ്കര മർത്തമറിയം വനിതാ സമാജം നേതൃത്വ പരിശീലന ക്യാമ്പ്, വിവിധ പദ്ധതികളോടെ നടപ്പിലാക്കിയിരിക്കുന്ന സേവനങ്ങളുടെ വിതരണം എന്നിവയും ചടങ്ങിന്റെ ഭാഗമാകും. ഇടവക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഇടവകയാണ്. പള്ളിയുടെ പൊതുയോഗത്തിന്റെ പ്രത്യേക നിർദ്ദേശമനുസരിച്ച് എല്ലാ വർഷവും ഭവനരഹിതരായ ഒരു ഇടവക വിശ്വാസിക്ക് ഭവനം നിർമ്മിച്ചു നൽകുന്ന ഒരു പദ്ധതി അതെല്ലാ വർഷങ്ങളിലും കാലാകാലങ്ങളിലായിട്ട് നടന്നു വരുന്നുണ്ട്. ഒപ്പം തന്നെ യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ജീവകാരുണ്യ പദ്ധതികൾ, അനാഥാലയങ്ങളും ആതുര കേന്ദ്രങ്ങളും എല്ലാം സന്ദർശിച്ച് അവിടെ ഭക്ഷണം വിതരണം ചെയ്യുക, വസ്ത്രങ്ങൾ വിതരണം ചെയ്യുക. ഒപ്പം തന്നെ പ്രിയപ്പെട്ട യുവജനങ്ങളുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായി കഴിഞ്ഞ 4 മാസക്കാലമായി തെരുവിൽ അലയുന്നവർക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന പാഥേയം എന്ന് പറയുന്ന ഒരു പദ്ധതിയും ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ദേവാലയത്തിലെ മർത്തമറിയം വനിതാ സമാജം ജീവകാരുണ്യ മേഖലകളിൽ ചെയ്തു വരുന്ന സേവനങ്ങൾ ഒത്തിരി പ്രശംസ അർഹിക്കുന്നതാണ്. പള്ളി വികാരിമാരായ ഫാദർ എലിയാസ് താണിമോളത്ത്, ഫാദർ എൽദോസ് കെ ജോയ്, ട്രസ്റ്റിമാരായ CM പത്രോസ്, ബിജു ടി എലിയാസ്, സെക്രട്ടറി CA പൗലോസ്, പെരുന്നാൾ കൺവീനേഴ്സായ എൽദോ തോമസ്, മത്തായി പി തോമസ്, പബ്ലിസിറ്റി കമ്മിറ്റി അംഗം ഏലിയാസ് ഉർമത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സി ന്യൂസ്.